കർത്താവിൻ്റെ അതിപരിശുദ്ധ നാമം മഹത്വപ്പെടുമാറാകട്ടെ. ഇന്ന് രാവിലെയും യേശുവിൻ്റെ വചനവുമായി നിങ്ങളെ അഭിസംബോധന ചെയ്യാൻ സ്വർഗത്തിലെ ദൈവം അവസരങ്ങൾ തന്നതിനായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. കർത്താവ് നിങ്ങളെ എല്ലാവരെയും സമൃദ്ധിയായി അനുഗ്രഹിക്കട്ടെ. ഓരോ ദിവസവുമുള്ള ദൈവിക സന്ദേശങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഏറെ ആശ്വാസവും അത് അനുഗ്രഹവുമാകുന്നു എന്ന് കേൾക്കുന്നതിൽ വളരെ സന്തോഷമുണ്ട്. ദൈവത്തിൻ്റെ കൃപയാൽ നിങ്ങളെല്ലാവരും നിങ്ങളുടെ വീടുകളിൽ സൗഖ്യത്തോടും സന്തോഷത്തോടും കൂടെ ആയിരിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി നിങ്ങൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. കഴിഞ്ഞ നാളുകളിൽ നിങ്ങൾ അയച്ചു തന്ന പ്രാർത്ഥനാ വിഷയങ്ങൾ കർത്താവിൻ്റെ സന്നിധിയിൽ ഞാൻ കുടുംബമായി പ്രാർത്ഥിക്കാൻ പല അവസരങ്ങൾ ദൈവം നൽകി. നൂറുകണക്കിന് ആളുകളുടെ പ്രാർത്ഥനയ്ക്ക് കർത്താവ് മറുപടി തന്നു എന്ന് കേട്ടതിലും വളരെ സന്തോഷമുണ്ട്. വീണ്ടും നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്ന് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ ചിന്താവിഷയം യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായം അതിൻ്റെ 27-ാമത്തെ വാക്യമാണ്. വാക്യം ഇങ്ങനെയാണ്: സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നു, എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു. ലോകം തരുന്നത് പോലെ അല്ല ഞാൻ നിങ്ങൾക്ക് തരുന്നത്. നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്, ഭ്രമിക്കുകയും അരുത്. അനുഗ്രഹിക്കപ്പെട്ട നല്ല വേദവാക്യം, നമുക്കെല്ലാവർക്കും വളരെ ബൈഹാർട്ടായ ഒരു വാക്യമാണ്. പല ആവർത്തി നമ്മൾ വായിക്കുകയും ചിന്തിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ നിങ്ങളുടെ വായനയിലൊക്കെ നിങ്ങളെ ഏറെ ബലപ്പെടുത്തിയിട്ടുള്ള വാക്യമായിരിക്കും. കഴിഞ്ഞ ദിവസം ഞാൻ ഈ ഭാഗം വായിച്ചപ്പോൾ എന്നെ ഒത്തിരി ശക്തീകരിച്ച ചില വിഷയങ്ങൾക്ക് വേണ്ടി ഞാൻ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുമ്പോൾ പരിശുദ്ധയാത്മാവ് എന്നോട് ആഴമായി ഇടപെട്ട ആവർത്തിച്ച് എന്നോട് സംസാരിച്ച വചനമാണ് ഈ 14-ാം അധ്യായം 27-ാമത്തെ വാക്യം. യേശു കർത്താവ് പറഞ്ഞ ഒരു വാക്കാണ്, സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നേച്ച് പോകുന്നു. യേശു കർത്താവിൻ്റെ ക്രൂശീകരണത്തിന് ശേഷം ഉയർത്തെഴുന്നേറ്റ് 40 ദിവസങ്ങൾ രാവും പകലും ശിഷ്യന്മാർക്ക് താൻ വെളിപ്പെട്ടു. താൻ ജീവിച്ചിരിക്കുന്നു എന്നുള്ള ദൃഷ്ടാന്തം അവിടുന്ന് വെളിപ്പെടുത്തി. അവിടുന്ന് ശിഷ്യന്മാരുടെ കൂടെ നടന്നു. അവിടുന്ന് ശിഷ്യന്മാരുടെ കൂടെ ആഹാരങ്ങൾ കഴിച്ചു. അവിടുന്ന് ദൃഷ്ടാന്തങ്ങളെല്ലാം കാണിച്ചു കൊടുത്തു. ഞാൻ മരിച്ചവനായിരുന്നു, എന്നെ ക്രൂശിച്ചതാണ്, എൻ്റെ വിലാപ്പുറം ഇതാണ്, എൻ്റെ കൈയുടെ ആണിപ്പഴുതിതാണ്, കാലിൻ്റെ ആണിപ്പഴുതിതാണ്. ഇതെല്ലാം കർത്താവ് തൻ്റെ ശിഷ്യന്മാരെ കാണിച്ചു കൊടുത്തു. 40 ദിവസങ്ങൾ താൻ ജീവിച്ചിരുന്ന് അവിടുന്നുള്ള ദൈവരാജ്യത്തിൻ്റെ ശക്തിയെ കുറച്ചുകൂടെ ഉറപ്പിച്ച് ധൈര്യപ്പെടുത്തി. മാത്രമല്ല, പിന്മാറിപ്പോയവരെ, പത്രോസ് ഉൾപ്പെടെയുള്ള ആളുകളെ തിരിച്ച് ദൈവരാജ്യത്തിന് വേണ്ടി മടക്കിക്കൊണ്ടുവരുവാനും കർത്താവ് പ്രയത്നിച്ചു. അങ്ങനെ ഇരിക്കുമ്പോൾ ശിഷ്യന്മാരുടെ ഈ ഉയർത്തെഴുന്നേൽപ്പ്, യേശു കർത്താവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പിന് ശേഷം ശിഷ്യന്മാരുടെ അടുക്കൽ യേശു ആദ്യം ചെല്ലുന്ന ഒരു ഭാഗമാണ് നമ്മൾ വായിച്ചത്. യഹൂദന്മാരെ പേടിച്ച് ശിഷ്യന്മാരൊരു വീടിനകത്ത് ഇങ്ങനെ പേടിച്ചിരിക്കുകയാണ്. കാരണം യേശുവിന് വന്ന അവസ്ഥ നാളെ ഞങ്ങൾക്കും വരുമോ എന്നുള്ള ഭീതി അവരെ ഭരിച്ചിട്ട് നാളെ എന്തും സംഭവിക്കാം എന്നുള്ള നിലയിൽ ശിഷ്യന്മാര് ഭയന്നിരിക്കുകയാണ്, സമാധാനം നഷ്ടപ്പെട്ടിരിക്കുകയാണ്. ആ സമയത്ത് യേശു അവരുടെ അടുക്കൽ വന്നിട്ട് പറഞ്ഞ അനുഗ്രഹിക്കപ്പെട്ട ഒരു വാക്കാണ്, സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നു. യേശു കൊടുക്കാൻ യേശു തന്നെ പറഞ്ഞൊരു കാര്യം, നിങ്ങൾക്ക് കുറേ വീട് തരാമെന്നോ വള്ളം തരാമെന്നോ ബോട്ട് തരാമെന്നോ പണം തരാമെന്നോ അല്ല പറഞ്ഞ്, സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു. എന്നിട്ട് പറയുക, എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു. അപ്പം ഈ സമാധാനം യേശുവിൻ്റെ സമാധാനമാണ്. യേശു ഈ ഭൂമിയിൽ 33.5 വർഷം ജീവിച്ചപ്പോൾ യേശു ഉപയോഗിച്ച ഒരു സമാധാനം. യേശുവിൻ്റെ 3.5 വർഷത്തെ ശുശ്രൂഷയിൽ അനവധി കഷ്ടങ്ങളും വെല്ലുവിളികളും പോരാട്ടങ്ങളും ദുഃഖങ്ങളും ആക്ഷേപങ്ങളും അപവാദങ്ങളും ഒക്കെ തൻ്റെ ജീവിതത്തിൽ നേരിട്ടപ്പോൾ താൻ തളർന്നു പോകാതെ നിലനിൽക്കേണ്ടതിന് പിതാവായ ദൈവം പുത്രന്റെ മേൽ ഇട്ടുകൊടുത്ത ഒരു വലിയ സമ്പത്താണ് ഈ സമാധാനം. അതുകൊണ്ട് യേശു കർത്താവ് പറയുക, ഈ സമാധാനം ഞാൻ നിങ്ങൾക്ക് അങ്ങ് തരികയാണ്, കാരണം ഞാൻ പിതാവിൻ്റെ അടുക്കലേക്ക് പോകുകയാണ്. എന്നിട്ട് യേശുവിടെ പറഞ്ഞുകൊണ്ട്, ഈ സമാധാനം ലോകം തരുന്നത് പോലെയല്ല. ലോകത്തിൽ നമുക്ക് സമാധാനം കിട്ടും, അപ്പനിൽ നിന്നും അമ്മയിൽ നിന്നും സഹോദരങ്ങളിൽ നിന്നും കൂട്ടുകാരും ചിലപ്പോൾ സമാധാനം കിട്ടും. പക്ഷേ ആ സമാധാനത്തിന് വാറണ്ടിയും ഗ്യാരണ്ടിയും ഇല്ല. ഏത് സമയവും നനച്ചു പോകാം. ഈ ലോകത്തിൽ കിട്ടുന്ന സമാധാനം നഷ്ടമാകുന്നതാണ്.
അതിന് ലൈഫ് ലോങ് ഇല്ല. പക്ഷെ യേശു കർത്താവ് പറയുകയാണ്, ഇത് ലോകം തരുന്നത് പോലെ അല്ല. ലോകം തരുന്നത് നിലനിൽക്കാത്തതും നിന്നുപോകുന്നതും ഗുണമില്ലാത്തതും മാന്യമല്ലാത്തതുമായ സമാധാനമാണ്. പക്ഷെ ഞാൻ നിങ്ങൾക്ക് സമാധാനം തരുന്നത് നിങ്ങളുടെ നിത്യത വരെ നിങ്ങൾക്ക് നിലനിൽക്കാൻ വേണ്ടിയാണ്. എന്നിട്ട് യേശു പറഞ്ഞ കാര്യമാണ്, നിങ്ങളുടെ ഹൃദയം എന്ത് ചെയ്യരുത്, കലങ്ങിപ്പോകരുത്. അതാണ്, ആ വാക്കാണ് ഇന്ന് നിങ്ങളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത്. നിങ്ങളുടെ ഹൃദയം എന്ത് ചെയ്യരുത്, കലങ്ങിപ്പോകരുത്. കാരണം 2 തിമോത്തിയോസിന്റെ ലേഖനം 1 അധ്യായം 7 വാക്യത്തിൽ ഇങ്ങനെയാണ് വായിക്കുന്നത്, ഭീരുത്വത്തിന്റെ ആത്മാവിനെ അല്ല, ശക്തിയുടെയും സ്നേഹത്തിന്റെയും സുബോധത്തിന്റെയും ആത്മാവിനെ അത്രേ ദൈവം നിങ്ങൾക്ക് തന്നിരിക്കുന്നത്. നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുതെന്ന് യേശു കർത്താവ് നമ്മോട് പറഞ്ഞിരിക്കുമ്പോൾ അപ്പോസ്തലനായ പൗലോസ് തിമോത്തിയോസിന് ലേഖനം എഴുതുമ്പോൾ ഇത് ആവർത്തിച്ചു പറയുകയാണ്. എന്തുകൊണ്ട് ഹൃദയം കലങ്ങരുത്? എന്തുകൊണ്ട് നിങ്ങൾ നശിക്കരുത്? എന്തുകൊണ്ട് നിങ്ങൾ തകർന്നു പോകരുത്? എന്തുകൊണ്ട് നിങ്ങൾ പുറകോട്ട് നോക്കരുത്? എന്തുകൊണ്ട് നിങ്ങൾ കലപ്പയ്ക്ക് കൈവച്ചിട്ട് തിരിഞ്ഞു നോക്കരുത്? എന്തുകൊണ്ട് നിങ്ങൾ തകർന്നു എന്ന് പറയരുത്? നാളെ ഓർത്ത് നിങ്ങൾ വിചാരപ്പെടരുത്, വ്യാകുലപ്പെടരുത് എന്ന് പറഞ്ഞത്. പൗലോസ് അത് കുറച്ചുകൂടെ വ്യക്തമായിട്ട് ആ തിമോത്തിയോസിന് എഴുതുമ്പോൾ പറയുകയാണ്, നമ്മിൽ വസിക്കുന്ന ശക്തി അത്യന്ത ശക്തിയാണ്. നമ്മൾ വ്യാപരിക്കുന്ന വ്യാപാരം അത് ക്രിസ്തുവിൻ്റെ ആത്മാവാണ്. ക്രിസ്തുവിൻ്റെ ആത്മാവ് നമ്മളിൽ വസിക്കുന്നത് കൊണ്ട്, ക്രിസ്തുവിൻ്റെ ശക്തി എന്നിൽ വസിക്കുന്നത് കൊണ്ട് നീ ഒരിക്കലും കലങ്ങിപ്പോകരുത്. കലക്കിക്കളയാൻ കുടുംബത്തിലും, കലക്കിക്കളയാൻ ജോലിയിലും, കലക്കിക്കളയാൻ പഠിക്കുന്ന കോളേജിലും, ആരാധനയ്ക്ക് പോകുന്ന പള്ളിയിലും പലരും കാണും. നിങ്ങളുടെ ജീവിതം കലക്കിക്കളയാൻ, നിങ്ങളുടെ മനസ്സിനെ കലക്കി ഇളക്കി നിങ്ങളെ ഒരു പെൺമാറ്റക്കാരിയാക്കി കളയാൻ പലരും നിന്റെ കൂടെ വന്നെന്നിരിക്കും. ഒരുപക്ഷെ ജനിപ്പിച്ച അമ്മ നിനക്കെതിരായി മാറിയെന്നിരിക്കും. ഒരുപക്ഷെ ജന്മം തന്ന അപ്പൻ നിനക്ക് പ്രതികൂലമായി എന്നിരിക്കും. ഒരുപക്ഷെ നീ വളർത്തിയ, നീ പാല് കൊടുത്ത, നീ ചോറ് കൊടുത്ത ആളുകൾ നിനക്ക് നേരെ നാളെ തിരിഞ്ഞെന്നിരിക്കും. എന്നാൽ ഇന്ന് രാവിലെ ആത്മാവി പറയാം, ഇതൊന്നും കണ്ട് നീ കലങ്ങരുത്. കാരണം നിന്റെ അകത്ത് വ്യാപരിക്കുന്ന ആത്മാവ്, അപ്പോസ്തലനായ പൗലോസ് തിമോത്തിയോസിനോട് പറഞ്ഞതുപോലെ ഈ സന്ദേശം കേൾക്കുന്ന നിങ്ങളോട് പറയുകയാണ്, നിങ്ങളുടെ അകത്ത് പകർന്നിരിക്കുന്ന ആത്മാവ് ചെറിയ ആത്മാവല്ല. നിങ്ങളുടെ അകത്ത് പകർന്നിരിക്കുന്ന ആത്മാവ് പരാജയപ്പെട്ടതല്ല. അവിടെ നിങ്ങൾ തിരിച്ചറിയണം, ഒന്ന്, ഭീരുത്വത്തിന്റെ ആത്മാവല്ല, ഭീരുത്വം ഉണ്ടാകുക, ഭയപ്പെടുന്ന ആത്മാവല്ല. അടുത്തത്, നിങ്ങളുടെ അകത്ത് വ്യാപരിക്കുന്ന ആത്മാവ് ഒരു ഭീരുവല്ല, പെട്ടെന്ന് പേടിക്കുന്ന, പെട്ടെന്ന് തകർന്നു പോകുന്ന ഒരാത്മാവല്ല. അടുത്തത് പറയുക, ശക്തിയുടെ ആത്മാവാണ്, സ്നേഹത്തിന്റെ ആത്മാവാണ്, അത് സുബോധത്തിന്റെ ആത്മാവാണ്. ഈ ആത്മാവിനെയാണ് നമുക്ക് തന്നിരിക്കുന്നത്. അതുകൊണ്ട് ഇന്ന് രാവിലെ ഈ പ്രിയപ്പെട്ട ഹല്ലേലൂയ തിമോത്തിയോസിനോട് പൗലോസ് പറഞ്ഞതുപോലെ, യേശു കർത്താവ് ശിഷ്യന്മാരോട് പറഞ്ഞതുപോലെ, ഈ സന്ദേശം കേൾക്കുന്ന നിങ്ങളോട് ഞാൻ പറയുകയാണ്, നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്. നിങ്ങൾ ശക്തിപ്പെടുക, ക്രിസ്തുവിൽ നിങ്ങൾ ബലം പ്രാപിക്കുക, ക്രിസ്തുവിന്റെ ശക്തിയിൽ നിങ്ങൾ പൂർണ്ണരാകുക, ആത്മബലത്തിൽ നിങ്ങൾ വളർന്നു വരിക. നിങ്ങളെ തകർക്കാൻ ഒരു ശക്തിക്കും കഴിയുകയില്ല. നിങ്ങൾ ആത്മധൈര്യം പ്രാപിക്കും. നിങ്ങളുടെ അകത്ത് വ്യാപരിക്കുന്ന ആ ശക്തി വലുതാണ്. അതുകൊണ്ടാണ് പൗലോസ് പറഞ്ഞത്, ഈ അത്യന്ത ശക്തി ഞങ്ങളുടെ സ്വന്തമല്ല, ഇത് ഞങ്ങളുടെ മൺപാത്രങ്ങളിൽ പകർന്നിരിക്കുകയാ. പിന്നെ ഈ അത്യന്ത ശക്തി ദൈവത്തിന്റെ ദാനമാണ്. ദൈവത്തിന്റെ ദാനമായിരിക്കുന്ന ഈ ആത്മാവ് എന്നിൽ വസിക്കുമ്പോൾ ഞാൻ ഭീരുത്വം കാണിച്ച് നടക്കാൻ, ഭയന്നും വരണ്ടും ഒളിച്ചും പാത്തും നടക്കാൻ ഉള്ള വ്യക്തിയല്ല. എൻ്റെ അകത്ത് വ്യാപരിക്കുന്ന ആത്മാവിന് ശക്തിയുണ്ട്. ഏത് പ്രതിസന്ധിയും തരണം ചെയ്യാൻ എൻ്റെ അകത്ത് വ്യാപരിക്കുന്ന ആത്മാവിന് സ്നേഹമുണ്ട്. ഏത് കുറ്റവാളിയെയും, ഏത് ശത്രുവിനെയും സ്നേഹിക്കാൻ. നോക്കുക, ആ തോട്ടത്തിൽ വെച്ച് തന്നെ ഒറ്റിക്കൊടുക്കാൻ വന്ന ശിഷ്യന്മാരിൽ ഒരുവനായ യൂദാസിനെ യേശു സ്നേഹിച്ചില്ലേ? പിടിച്ചു കൊണ്ടുപോകാൻ വന്ന ആ മൽക്കിയാസ് എന്ന് പറയുന്ന ആ കാവൽ പടയാളിയുടെ കാത് തമ്പുരാൻ എടുത്ത് ചേർത്ത് വെച്ച് കൊടുത്തില്ലേ? ഇതൊക്കെ സ്നേഹത്തിന്റെ ശക്തിയാണ്. അപ്പൊ ആ ശക്തി നമ്മളിലും പകർന്നിരിക്കുകയാണ്. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ശക്തിയോടെ നിലനിൽക്കണം, സ്നേഹത്തിൽ നമ്മൾ നിൽക്കണം, സുബോധത്തിൽ നമ്മൾ നിലനിൽക്കണം. അങ്ങനെ നമ്മൾ ഈ ആത്മാവിനെ നമ്മുടെ ഉള്ളിൽ വ്യാപരിക്കുന്നത് കൊണ്ട്, ഈ ആത്മാവ് നമ്മുടെ ഉള്ളിലുള്ളത് കൊണ്ട് നമ്മൾ കിതച്ചും പകച്ചും നിൽക്കത്തില്ല. നമ്മൾ 100 മൈൽ സ്പീഡിൽ മുമ്പോട്ട് പോകും.
ഒരു വാഹനം ഓടിക്കുമ്പോൾ, ഒരു ബൈക്ക് ഓടിക്കുമ്പോൾ ആ ബൈക്കിനകത്ത് ആ പെട്രോൾ ടാങ്കിനകത്ത് പെട്രോൾ ഉണ്ടെങ്കിൽ ആ വണ്ടി ആക്സിലേറ്റർ കൊടുക്കുന്ന അനുസരിച്ച് ചീറിപ്പാഞ്ഞു മുമ്പോട്ട് പോകും. പക്ഷെ പെട്രോൾ ഇല്ലെങ്കിൽ എത്ര ആക്സിലേറ്റർ കൊടുത്താലും എത്ര പ്രാവശ്യം കിക്ക് ചവിട്ടിയാലും ആ വണ്ടി സ്റ്റാർട്ടാകത്തില്ല. അങ്ങനെയാണ് ഇന്ന് രാവിലെ ആത്മമണ്ഡലത്തിൽ ഞാൻ പറയാം, നിങ്ങളുടെ അകത്ത് യേശുവിൻ്റെ ആത്മാവുണ്ടെങ്കിൽ, നിങ്ങളുടെ അകത്ത് ഈ സ്നേഹത്തിൻ്റെയും ശക്തിയുടെയും സുബോധത്തിൻ്റെയും ആത്മാവ് നിങ്ങളുടെ മേലുണ്ടെങ്കിൽ, യേശു നിങ്ങൾക്ക് തന്ന സമാധാനം നിങ്ങളുടെ അകത്തുണ്ടെങ്കിൽ, നിങ്ങൾ ഒരിക്കലും എന്ത് ചെയ്യരുത്, കലങ്ങിപ്പോകത്തില്ല, മുടിഞ്ഞു പോകത്തില്ല, തകർന്നു പോകത്തില്ല. നിങ്ങൾക്കിനിയും ദൂരയാത്ര ചെയ്യാനുണ്ട്, ഇനിയും നിങ്ങൾ ശക്തിപ്പെടാനുണ്ട്, നിങ്ങളുടെ കുടുംബം അനുഗ്രഹിക്കപ്പെടാനുണ്ട്. അതുകൊണ്ട് ഇന്ന് രാവിലെ ആത്മനിറവിൽ ഞാൻ വിളിച്ചു പറയാം, നിങ്ങൾ ഒരിക്കലും തകരത്തില്ല, നിങ്ങൾ ഒരിക്കലും മുടിഞ്ഞു പോകത്തില്ല. കർത്താവ് നിങ്ങളുടെ കൈക്ക് പിടിച്ചിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കട്ടെ. എൻ്റെ കൂടെ ചേർന്ന് ഒരു വാക്ക് കണ്ണടച്ച് പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങൾ പലപ്പോഴും മനസ്സ് തകർന്നവരെ പോലെ പലവിധമായ വിഷയങ്ങൾ ഞങ്ങളുടെ ഉള്ളിൽ കയറി വന്നിട്ട് എങ്ങനെ മുമ്പോട്ട് പോകും, ആര് ഞങ്ങളെ സഹായിക്കും, കുഞ്ഞുങ്ങളെ എങ്ങനെ പഠിപ്പിക്കും, കുടുംബം എങ്ങനെ മുമ്പോട്ട് കൊണ്ടുപോകും, ഈ വിഷയത്തിൽ ഞങ്ങൾ ഒത്തിരി വ്യാകുലപ്പെട്ടിരിക്കുകയാണ്. എന്നാൽ കർത്താവിൻ്റെ കൃപ ഞങ്ങളുടെ മേൽ ഇന്ന് രാവിലെ പകർന്ന്, കർത്താവെ, ഈ മക്കൾ, ഈ സന്ദേശം കേൾക്കുന്ന ഈ മക്കൾ അനുഗ്രഹിക്കപ്പെടട്ടെ, അവരുടെ കുടുംബം അനുഗ്രഹിക്കപ്പെടട്ടെ, അവരുടെ ജീവിതത്തിൽ നന്മ വർദ്ധിക്കട്ടെ. കർത്താവെ, അപ്പച്ച, ഈ ശക്തി ഞങ്ങളിലേക്ക് വ്യാപരിച്ചിട്ട് ഞങ്ങളെ കലക്കിക്കളയുന്ന ആ ദുഷ്ടപിശാചിനെ ജയിക്കാനുള്ള ഒരു പുതിയ കൃപയും ശക്തിയും ഞങ്ങളുടെ മേൽ പകരട്ടെ. പിതാവിൻ്റെ കരങ്ങളിൽ ഈ ജനത്തെ ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നു, യേശുവിൻ ധന്യമുള്ള നാമത്തിൽ തന്നെ, ആമേൻ. കർത്താവ് നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. പ്രിയരെ, ഈ സന്ദേശം നിങ്ങൾ നിരന്തരം കേൾക്കുക. ആമേൻ. ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയം ഞങ്ങൾക്ക് എഴുതുക. ഞങ്ങൾ തീർച്ചയായും നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.